യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 6000 കിലോമീറ്റർ ദൂരത്തിലുള്ള റഷ്യയുടെ അകത്തെ പരമപ്രധാനമായ ബെലയ എയർബേസിൽ പോലും ആക്രമണമുണ്ടായി. സൈബീരിയയിൽ വരെ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മമായി പദ്ധതി ഒരുക്കിയാണ് അവർ ഇത് നടപ്പാക്കിയതെന്ന് മനസ്സിലാക്കാം. 1.5 വർഷത്തോളം സമയമെടുത്താണത്രേ അവർ ഈ ബോംബുകൾ നിറച്ച ഡ്രോണുകളെ റഷ്യയുടെ ഉള്ളിലെത്തിച്ചത്. ഇതിൽ നിന്നും വാസ്തവത്തിൽ പാഠം പഠിക്കേണ്ടത് ഇന്ത്യയാണ്. വിശാലവും താരതമ്യേന അരക്ഷിതവുമായ നീണ്ട കടൽത്തീരമുള്ള രാജ്യമാണ് നമ്മുടേത്. അവിടെ കൂടെ കണ്ടെയ്നറുകളിലൂടെയോ അല്ലെങ്കിൽ പുറംകടലിൽ നിന്ന് ബോട്ടുകൾ വഴിയോ ഇത്തരം സംഗതികൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടത്താൻ എളുപ്പമാണ്. പാർട്ടുകളായി കൊണ്ടുവന്ന നമ്പർ 1 ക്യൂബുകളിൽ വെച്ച് അസംബിൾ ചെയ്യാനും സാധിക്കും. ഇതൊക്കെ നോക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ ആരോട് പറയാനാണ്? ദുബായിൽ ഇന്ത്യ വിരുദ്ധരായ പാക് ക്രിക്കറ്റർമാരെ വിളിച്ചു വരുത്തി സമ്മാനവും കൊടുത്ത് ആദരിച്ച ക്യൂബള സ്വദേശികളെ വരെ രക്ഷിക്കാനും വെള്ളപൂശാനും നടത്തുന്ന നാട്ടിൽ ആരോട് പറഞ്ഞിട്ട് എന്ത് ഫലമാണ്? രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.